ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു വരുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപ്പായെ ഒരു നോക്ക് കാണുവാനും പാപ്പായ്ക്ക് വിട പറയുവാനുമായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള അനേകായിരങ്ങളാണ് വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഒരുപാട് മലയാളികളുമുണ്ട്. മലയാളികളായ ചിലരുടെ ചില സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ദേഹം കാണുവാനും പാപ്പയുടെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് വിട പറയുന്ന ഈ അവസരത്തിൽ പാപ്പയുടെ ശവമഞ്ചത്തിന് അരികെ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. ഏറ്റവും തേജസ്സാർന്ന ഒരു ജീവിതം നയിച്ച് കടന്നു പോകുന്ന പാപ്പയുടെ മാധ്യസ്ഥം നമ്മുടെ ആഗോള കത്തോലിക്ക സഭയ്ക്കും നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്നതിൽ സംശയമില്ല. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം സന്ദർശിച്ചിറങ്ങിയതാണ്. ഞങ്ങൾ 4 പേര് മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ്. സത്യമായിട്ടും ഒരു തീയുടെ അടുത്ത് നിൽക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. ഒരു തീ നമ്മിലേക്ക് വന്ന് കയറുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി തീയായി ജീവിച്ച ഒരു മനുഷ്യൻ അവസാന നിമിഷം വരെ, അവസാന ദിവസം വരെ ജനങ്ങൾക്കിടയിലൂടെ നടന്ന്, എന്താണ് ആടിൻ്റെ മണമുള്ള ഇടയെന്ന് പറയുന്ന പോലെ ആടുകളുടെ മണം തേടി ഇടയിലേക്ക് ഇറങ്ങി ആടുകളുടെ ഇടയിലൂടെ സ്വർഗത്തിലേക്ക് പോയൊരു പാപ്പായുടെ അടുത്തിരുന്നപ്പോൾ ഒരു തീ സത്യമായും എന്നിലേക്ക് വന്നിറങ്ങുന്നുണ്ടായിരുന്നു. വലിയൊരു ദൈവാനുഭവമായിരുന്നു തീർച്ചയായിട്ടും പാപ്പായുടെ അടുത്തിരുന്നത്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പാപ്പേനെ ഒരു നോക്ക് കാണാൻ പറ്റുമെന്ന്. അവസാനമായിട്ട് പാപ്പയെ ഒരു നോക്ക് കാണാനായിട്ട് ഭാഗ്യം ലഭിച്ചു. ഞാൻ ഈശോയോട് നന്ദി പറയുന്നു. പാപ്പയുടെ അടുത്ത് വന്ന് തൊട്ടടുത്ത് കാണുവാനെല്ലാം സാധിച്ചു. ഈസ്റ്റർ ദിനത്തില് രാവിലെ ഇവിടെ വരുവാനും പാപ്പയെ മരിക്കുന്നതിന്റെ തലേദിവസം നേരിട്ട് ഈ പാപ്പ ഇതിലേക്കൂടെ പോയപ്പോൾ കാണുവാൻ സാധിച്ചു. പിന്നെ ഓശാന ഞായറാഴ്ചയും ഇവിടെ രാവിലെ വരികയും പാപ്പയെ കാണാനും എല്ലാം സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വിശുദ്ധനെ നേരിട്ട് കണ്ടതിൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടായത്. എല്ലാത്തിനും ഈശോയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു.